എന്തിട്ട പരിപാടി മക്കളെ. രാവിലെ കഴിഞ്ഞിട്ട് നേരെ കനകഭവനാണ് പോയത്. കനകഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീതാദേവി രാമനൊക്കെ താമസിച്ചിരുന്നെന്ന് പറയുന്നൊരു സ്ഥലമാണത്. അങ്ങനെ നേരെ അവിടേക്ക് പോയി. അങ്ങനെ ഇവിടെ ചെന്നപ്പോഴാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് പുതിയത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എത്രയോ കൊല്ലങ്ങളായിട്ട് പഴക്കമുള്ളതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തോന്നൂല. അങ്ങനെ അതിൻ്റെ അവിടേക്ക് പോയപ്പോഴാണ് അത് തുറക്കാൻ 5 മണി കഴിഞ്ഞു പറഞ്ഞു. അങ്ങനെ അതിൻ്റെ സൈഡിൽ ചുറ്റിപ്പറ്റി നിന്നു. നോക്കുമ്പോൾ ആദ്യം വന്നപ്പോൾ ഞാനും 2-3 ആൾക്കാരുണ്ട് നടന്നുള്ളൂ. അങ്ങനെ സന്യാസി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ പോയിരുന്നു. അയാളുടെ മുടിയൊക്കെ എന്ത് നീട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ചുറ്റുപാറും കയറി നടന്നു. അവിടെ കാണാൻ പറ്റുന്നതൊക്കെ ഉണ്ട് പുറത്തൊക്കെ കൂടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ സമയം നേരം കണ്ട് പോകണ്ടേ. നല്ല ചൂടായി. എന്ത് ചൂടെന്ന് പറയുക, ഒരു രക്ഷയില്ല. അങ്ങനെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കണ്ടു. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക, വേറെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരാൾ മൈക്കിലൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം തുറക്കുന്നതെന്ന് പറയണം. ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നല്ല തിരക്കായി. നോക്കുമ്പോൾ പശുക്കൾക്കൊക്കെ എന്ത് സ്നേഹം നോക്കി. എല്ലാവരും എടുത്ത് നല്ലതാണ്. അങ്ങനെ വരി നല്ല തിരക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി തിരക്കാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക രാമക്ഷേത്രത്തേക്ക് കയറാൻ വേണ്ടി എന്ത് തിരക്കാവും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ഭജന പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് കുറേ നേരം. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വേഗം ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടത് എന്താ സാധനം മനസ്സിലായില്ല. അങ്ങനെ പോകും വഴിക്കാൻ ചെങ്ങനെ കുറേ വഴിവേറെ കച്ചവടക്കാരുണ്ടാവും. അതേപോലെ മാലകൾ, രുദ്രാക്ഷം, അത്തറ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അങ്ങനെ പൂവും കഴിക്കാൻ ചെറിയ ഇതേപോലത്തെ ഓരോന്നാണ്. ഇത് ചക്രവർത്തി മഹാരാജ ദശരഥൻ്റെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. എനിക്ക് കറക്റ്റ് കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ പൂവും കഴിക്കുന്ന പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനത്തെയാണ്. കുറേ ദൈവങ്ങളുടെ അതേപോലെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുറേ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാർ ദക്ഷിണ കൊടുക്കുന്നുണ്ടാവും. അങ്ങനത്തെ പരിപാടി നല്ല രസമായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വെറുതെ ഇങ്ങനെ നോക്കി പോകാൻ തോന്നുന്നു. അതേപോലത്തെ അത്രയും നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് നേരെ രാമക്ഷേത്രത്തേക്കാണ് പോയത്. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് അറിയണത് ഇവിടുത്തെ പണിയൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനിയും കണ്ടമാനം പണിയുണ്ടെന്നുള്ളത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അറിയണം ഫോണും ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ലോക്കറൊക്കെ ഉണ്ട്. ലോക്കറൊക്കെ ഫ്രീ സർവീസാണ്. അങ്ങനെ നേരെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇറങ്ങി. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫോണല്ല ഒന്നും കയറ്റാൻ പറ്റില്ല. അത്രയും ചെക്കിങ്ങാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താ ചെയ്യുക, അവിടെ ഞാനെന്ന് വെച്ചാൽ അപ്പുറത്തോടെ വന്നിട്ട് ഏതൊരു ഉള്ളുവഴി കൂടെയൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ടില്ല. അങ്ങനെ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിയിട്ട് പോയി. ഫ്രണ്ട് ഭാഗം കാണാൻ പോയപ്പോൾ അവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്ക് ഇരുട്ടായ തുടങ്ങിയിട്ട. അങ്ങനെ നേരെ റൂമിൻ്റെ അവിടേക്ക് പോവാണ്. പോകും കഴിക്കാൻ ഈ കാണുന്ന പേടകളൊക്കെ ഇല്ല, ഇതൊക്കെ ഹനുമാൻഗാദിയിലേക്കുള്ള പ്രസാദമായിട്ട് കൊണ്ടുപോകണമെന്നാണ്. എന്തോരമായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് അറിയാം ആൾക്കാർ. ഇത് മൊത്തം പ്രസാദമായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് മൊത്തം. അങ്ങനെ ഞാനതിന് ഇത് മാത്രം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചോളം ഇതേപോലെ റോസ്റ്റ് ചെയ്തപോലെ കേക്കിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് കഴിച്ചു തൊട്ടടുത്ത റൂം. അങ്ങനെ പിന്നെ നേരെ അത് കഴിച്ച് കഴിഞ്ഞു നേരെ വിട്ടു നമ്മുടെ ഗുരുദ്വാര. ഇവിടെ ഗുരുദ്വാരയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ട് ഹാള കിട്ടിയില്ല. നല്ല കാറ്റുള്ള കാരണം ഞാൻ പിന്നെ ടെൻ്റൊന്നും അടിക്കാനില്ല. 2-3 പിള്ളേരും കമ്പനി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ച് വയസ്സായ ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, സെറ്റായിട്ട് അവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുള്ള കാരണം പിന്നെ ടെൻ്റ് അടിക്കണ്ടല്ലോ. അപ്പോൾ ശരി കേട്ടോ.